നമ്മുടെ ചേട്ടൻ, ഡ്രൈവർ ചേട്ടൻ. ഈ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ ഗുജറാത്ത് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ചോറും മീൻകറിയാണ് ഞങ്ങൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചേട്ടനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട് മീൻ മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു. മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇവർ വില പറയുന്നത് കേട്ടോ. 2 അമ്മച്ചിമാരാണ് ഇവിടെ മീൻ വിൽക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിമാരോട് ഞങ്ങൾ മീനിൻ്റെ വില ചോദിക്കുകയാണ്. ചെറിയ അയല 100 രൂപയും വലിയ അയല 200 രൂപയാണ് അമ്മച്ചിമാർ വില പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ പ്രായത്തിലും കൂട്ടുകാരെ, ഈ അമ്മച്ചിമാരിങ്ങനെ മീൻ വിൽക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മീനൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ മീൻ കാണുമ്പം ഈ അമ്മമാരുടെ നിന്ന് തന്നെ മീനൊക്കെ വാങ്ങണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കൊണ്ടായിരിക്കും അവരൊരു വശം ഇങ്ങനെ ഈ പ്രായത്തിലും ഇങ്ങനെ മീൻ കച്ചവടമായിട്ട് പുറത്തേക്ക് ഇറക്കുന്നത്. എന്തായാലും നമ്മൾ ഈ സാധനമായിട്ട് നേരെ പോവാണ് കേട്ടോ, കുക്കിങ്ങിനായിട്ട്. നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ ഈ കണ്ട ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ നല്ല മൺചട്ടിയിലാണ് നമ്മൾ മീൻ കറി വെക്കുന്നത് കേട്ടോ. മൺചട്ടി ചേട്ടൻ്റെ ഫേവറേറ്റ് മൺചട്ടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇത്രയും കാലം എങ്ങനെയായിരിക്കും ഈ മൺചട്ടി ഈ വണ്ടിയിൽ ഇത്ര സുരക്ഷിതമായിട്ട് ഇരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ചേട്ടൻ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പുറത്ത് നമ്മൾ വാങ്ങിച്ച മീനൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന പരിപാടിയിലും ജോലിയിലും ഒക്കെ ആയിരുന്നു കേട്ടോ. ഏതായാലും ചെയ്യാത്തൊരു പണിയായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്താണ് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തത്. അങ്ങനെ തിരികെ കയറി വന്നു ശേഷം ചേട്ടൻ്റെ കുക്കിങ് നമുക്ക് കാണാൻ കേട്ടോ. തിളച്ച എണ്ണയിലേക്ക് ചേട്ടൻ കടുകൊക്കെ വാരി ഇടുന്നുണ്ട്. ചേട്ടനൊരു പ്രൊഫഷണൽ കുക്കാണെന്നാണ് കേട്ടോ തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാമല്ലേ ചേട്ടൻ്റെ മീൻകറി. തൊട്ട് പുറകെ ഉലുവ, അത് ഉലുവയാണോ കായമാണോ? ഉലുവയാണല്ലേ. ഉലുവ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ചേട്ടൻ പാലക്കാട് സ്റ്റൈലിലാണ് മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടനൊരു പ്രൊഫഷണൽ കുക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് ചേട്ടനെ എൻ്റെ പരിപാടികളൊക്കെ കണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നല്ല വൃത്തിക്കും എനിക്കുമൊക്കെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു കേട്ടോ, ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു. ആദ്യമേ ചേട്ടനൊരു മടി പോലെ പറഞ്ഞെങ്കിലും രണ്ടാമത് ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, നീ എടുക്ക്, നമുക്ക് നോക്കാം. ഒരു പാലക്കാട് സ്റ്റൈലിൽ പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ കേൾക്കാനായിട്ട്. ആളുടെ കൂടെ ഇരുന്ന് ഉള്ള യാത്രകൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ രീതികളുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ ശരിക്കും ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ പുള്ളിയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി വന്നു, ഇഞ്ചി വന്നു, പച്ചമുളക് വരുന്നു, പുറകെ വരുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേട്ടൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇനി എന്നിട്ട് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ബാക്കി പരിപാടികൾ. ഇതൊരു കുക്കറി ഷോയും കൂടെയാണ് കേട്ടോ കൂട്ടുകാരെ. ഒന്ന് കടിച്ചോ അല്ല കേട്ടോ, സോറി, പഠിച്ചോ. പാലക്കാട് സ്റ്റൈലാണ്, നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും അവസാനം ചേട്ടൻ്റെ ഒരു ചെറിയ കലാപരിപാടി ഉണ്ട് കൂട്ടുകാരെ ഇതിനകത്ത്. മീനിൻ്റെ തൊട്ടപ്പുറത്ത് ചട്ടിയിൽ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് വഴുന്നതിന് ശേഷമാണ് ഇതിനകത്ത് പൊടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ചേട്ടൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി മീൻകറി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മീൻകറി ആയിരുന്നു കേട്ടോ. നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് കാണാം. ഇനിയിപ്പോൾ ചേട്ടൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് ഫിഷ് മസാലയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഫിഷ് മസാല തിരിച്ച് പിടിച്ചേക്കുന്നതുകൊണ്ട് ഏതാ കവറെന്ന് പറയാൻ കിട്ടുന്നില്ല. എന്തായാലും ഇതിൻ്റെ പുറമെ ചേട്ടൻ മുളക് പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല സെറ്റാക്കി എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ചേട്ടൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നിസ്സാര സമയങ്ങൾ കൊണ്ടാണ് കേട്ടോ. കാരണം ഞാൻ മീൻ വെട്ടി അകത്ത് കയറി വന്നപ്പോഴത്തേക്കും ചേട്ടൻ ഒരു കുക്കറിലെ ചോറ് റെഡിയാക്കി വെച്ചു. അപ്പം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു അരമണിക്കൂറോളം ഞാൻ മീൻ വെട്ടാൻ സമയം എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കയറി വന്നിട്ട് ഞാൻ ഒരു കാലി കുക്കറാന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിസിലടിക്കുന്ന സൗണ്ടൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. മറ്റേ ജയാരിയാണ് കേട്ടോ, പെട്ടെന്ന് വേകുകയും ചെയ്യും, മറ്റേ പരിപാടിയാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം നമ്മളിത് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കുടംപുളി, മെയിൻ സാധനം, മീൻ കറിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനമാണ് കുടംപുളി. കുടംപുളി ഇട്ടാണ് നമ്മൾ മീൻ കറി ശരിക്കും വെക്കേണ്ടത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കണം കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ മീനൊക്കെ തിളച്ച് വന്നു. അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ അയലക്കുട്ടനെ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് തിളച്ച് വരണം.
ദേ തിള എത്തിയിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ചേട്ടൻ എനിക്ക് അതിൻ്റെ ഉപ്പ് നോക്കാൻ തന്നു കേട്ടോ. അട്ടിപ്പൊളി മീൻകറി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി മീൻകറി ആയിരുന്നു, ഒന്നും പറയാനില്ല. നമ്മുടെ മീൻകറി സൂപ്പർ മീൻകറി ആയിരുന്നു. പിന്നെ ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും വണ്ടി എടുത്ത് നമ്മൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്തു കേട്ടോ. ഇത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പോകുന്നത് സൈഡിൽ കൂടെയുള്ള പാതയിലൂടെ ആട്ടോ, ഹൈവേ കൂടെ ആട്ടോ പോകുന്നത്. തീരദേശ ഹൈവേ കൂടെയാണ് നമ്മൾ ഫുള്ളായിട്ട്, അതായത് നമ്മുടെ എറണാകുളം തൊട്ട് പെരുമ്പാവൂരിൽ നമ്മൾ ലോഡെടുത്ത് എറണാകുളം സൈഡ് തൊട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് തീരദേശ ഹൈവേ കൂടി തന്നെയാണ് കേട്ടോ, അങ്ങ് വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് വണ്ടി നിർത്തി. ഇതേ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് തണുത്തു, ചോറ് റെഡിയാണ്. അതിനകത്ത് ഉപ്പിലിട്ട കാന്താരി ഉണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു.